ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടീ സ്നാക്കാണ്. സെമോലിന പോക്കറ്റ്സ് അല്ലെങ്കിൽ റവ പോക്കറ്റ്സ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, അതേപോലെ അവർക്ക് കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. ഞാനിവിടെ 250 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം റവയിൽ ഏകദേശം 7 പോക്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. റവ കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം റവ വെച്ചൊരു ഡൗ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പ്ലെയിൻ പാത്രത്തിലോട്ടൊരു റവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. റവ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പക്ഷേ ഇതിലേക്ക് ഇനിയും വെള്ളം ചേരും, കാരണം റവ ഹാർഡാണ്, സോഫ്റ്റ് ആയിട്ടില്ല. ഒരു സോഫ്റ്റ് ഡോ വേണം. അതിനായിട്ട് ഇതേപോലെ സ്പൂണിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. മാവ് സോഫ്റ്റ് ആകുന്നത് വരെയും നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുഴച്ച് വെച്ച മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഡേറ്റ്സും അതേപോലെ ഉണക്ക മുന്തിരിങ്ങയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്. ചൂട് കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂട് നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ചൂട് നെയ്യിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസും ഇതേപോലെ നല്ല രീതിയിൽ വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് ഇതേപോലെ വറുത്തെടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന നട്ട്സ് എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം നെയ്യിൽ വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിരുന്ന നട്ട്സ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇനി റെസ്റ്റ് ചെയ്ത് മാവ് എടുക്കാം. മാവെടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവ് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് പരത്തിയതിന് ശേഷം കൈ വെച്ച് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് വലിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡായി കിട്ടും. വളരെ തിന്നായിട്ട് തന്നെ ഇത് കിട്ടും. ഇതേപോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് നല്ല തിന്നായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇതിനെ സൈഡ്സ് മടക്കിയെടുക്കാം. അതുപോലെ മടക്കി പോക്കറ്റ് റെഡിയാക്കി എടുക്കാം. എല്ലാ പോക്കറ്റ്സും ഫില്ലിംഗ് നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ പാനിലോട്ട് ഇനി ഈ പോക്കറ്റ്സ് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും മൂത്തിട്ടുണ്ട്. പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് സെർവ് ചെയ്യാം. സെമോലിന പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ചൂട് ചായയുടെ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.